ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു 5-6 ദിവസമായിട്ടോ. വീഡിയോ ഇടണം എന്ന് വിചാരിക്കും, എന്താ അറിയില്ല, വല്ലാത്തൊരു മടിയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മടി പിടിക്കാൻ ഒരു കാരണമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ് കേട്ടോ. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഫുൾ റെസ്റ്റ് എടുക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഇനി അതും വീഡിയോ എടുത്തിട്ട് ഇനിയിപ്പോൾ എടുക്കുന്ന റെസ്റ്റിൻ്റെ മൂഡൊക്കെ ഒന്ന് മാറണ്ട പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ മടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മടി പിടിച്ച ഒരു ദിവസം എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ആപ്പവും തലേ ദിവസം രാത്രി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. വാള മീനില്ലേ, അതിൻ്റെ തലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്ന് ഞാൻ ചായയൊക്കെ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തായാലും ആപ്പം ചൂടാ പറഞ്ഞിട്ട് മാവ് ഒഴിച്ചപ്പോൾ സംഭവം ഇങ്ങനെയായി. ആപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. അതാണ് സംഭവം ഇങ്ങനെ കട്ടി പിടിച്ച പോലെ ആയത് കേട്ടോ. അപ്പം ഞാൻ വേഗം വീഡിയോ ഓഫാക്കി. അപ്പം ഉമ്മ പറയുന്നുണ്ട്, എന്തിനാ നീ അത് നിർത്തിയത്, അതും കാണിക്കണം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട പറഞ്ഞു. അപ്പോൾ ഉമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഓ പെർഫെക്റ്റ് ആയിട്ട് ഭംഗിയുള്ളത് മാത്രം കാണിക്കുക പറഞ്ഞിട്ടാണെങ്കിലേ അതെന്താ കേട് വന്നതും കൂടെ കാണിച്ചാൽ പറഞ്ഞു. അപ്പോൾ ശരി എന്നാ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല മുരിഞ്ഞ ആപ്പവും നല്ല വാളമീൻ കറിയാണ് കേട്ടോ. ഇതാണ് അപ്പം. ഇത് ഒട്ടിപ്പോയ അപ്പം. അത് ഞാൻ ചുട്ടത് ചട്ടിയിൽ ഇത്തിരി ഇത് ഒട്ടിപ്പിടിച്ച് അത് എണ്ണയാക്കിയില്ലേ, അതാണ്. കറി വയ്ക്കും, മീൻ കറി. സോ ബ്യൂട്ടിഫുൾ. ഞാൻ അപ്പം കഴിക്കുന്നു പറയുമ്പോൾ കുറച്ച് തെരയും ചോദിക്കരുത്. മറ്റേ പഞ്ചാബി ഹൗസില് മീനും ഈ മീൻകറിൻ്റെ കൂടെ ശരിക്കും കപ്പയും കൂടെ കിട്ടണം കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നല്ല എരിവുള്ള മീൻകറിയും കൂട്ടി ആപ്പം കഴിച്ചപ്പോൾ അതിൻ്റെ എരിവൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇന്നലെ വാങ്ങിച്ച കച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിനിവിടെ കച്ചായ എന്നാണ് കേട്ടോ പറയുക. ഓരോ ഭാഗത്ത് ഓരോ പേരുകളാണ്. ചിലൊരു ഉണ്ടംപൊരി എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതിനൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താണ് സംഭവം. കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്ലം കേക്കാണ് വിചാരിക്കോ. പ്ലം കേക്കിന് പ്ലം കേക്കായി, കച്ചായത്തിന് കച്ചായ. സൂപ്പറുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ തുമ്പിയാ ഞങ്ങളുടെ വീട്ടിലെ തുമ്പിയാ. ശരിക്കൈഷ, വൗ, സോ ബ്യൂട്ടിഫുൾ. സുന്ദരി പോൽ ചേല്. ശരിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പൊറാട്ട ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഓരോ വീട്ടിലുണ്ടാവും ഇതുപോലെ അല്ലേ, പൊറാട്ടയോട് ഒരുപാട് സ്നേഹമുള്ള ആൾ. അതുപോലെയുള്ള ഒരാളാണ് എൻ്റെ അനിയത്തി. ഇന്നലെ വാങ്ങിച്ച പൊറാട്ടയാണ് കേട്ടോ. ആ ഒരു പൊറാട്ടനെ രാവിലെ ഇതാ കൊത്തു പൊറാട്ടയാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ ആപ്പം വേണ്ട പറഞ്ഞു. സംഭവം എന്താണ്, ഈ ഒരു പൊറാട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല മണവും വരുന്നുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നാണ്. ആളിവിടെ റെഡിയാക്കിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ ആയാ ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയി. കുറച്ച് ഒരു പൊറോട്ടയും കൂടെ അല്ലേ ഇനി അത് വൈകിട്ട് എൻ്റെ സ്റ്റൈലിൽ വെക്കാൻ പറ്റാത്ത പോലെ ആക്കുന്നതുകൊണ്ട് ഉപ്പുള്ള പൊറാട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതെന്താവോ എന്തോ. എടാ ഒന്ന് എടുക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. പക്ഷെ ഇതിന്റെ കൂടെ വേറൊരാള് വേണം തിന്നാൻ. മുട്ട സോസ്, ടൊമാറ്റോ സോസ്. എന്ത് വേണം? വതി എന്തിനാണ്? ടീച്ചറും കുട്ടി കളിക്കാനാ വതി? തെറ്റിയാ തല്ലാനാ? ആരാ ടീച്ചറ്? ആരാ കുട്ടികള്?
താത്തിയോ? എല്ലാവരും എങ്ങനെ തല്ലിയ? എന്ത് പറഞ്ഞിട്ടാ തല്ലിയ? ഇനിയും വായിക്കണം പറഞ്ഞിട്ടാ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. പതുക്കെ അടിക്കാൻ പാടുള്ളൂ ട്ടാ. എങ്ങനെ അടിക്ക? പടുക്കെ. എങ്ങനെ അടിക്ക? അതാ വടി കിട്ടി, വടി കിട്ടി. എത്ര പിന്നെ ട്യൂബ് ലൈറ്റിന്റെ ആവശ്യമില്ല, കണ്ണാടി ഓടുണ്ടല്ലോ. ഇപ്പൊ തന്നെയാ ചെറുതായിട്ട് ഉപ്പുണ്ട് കേട്ടാ, ലേശം ഉപ്പ് കൂടി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറേ റെസ്റ്റ് എടുത്ത് കുറേ ഫോൺ നോക്കി, അങ്ങനെ ആ സമയം കഴിഞ്ഞ് പോയി. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല മോരുണ്ട്, മീൻകറി ഉണ്ട്, മത്തി പൊരിച്ചതും ഉണ്ട് കേട്ടോ. ഇനി മീൻകറിയും മോരും കൂടെ രണ്ടും കൂടെ കൂട്ടി കഴിക്കും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു മോരും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ 2 മത്തി പൊരിച്ചതും എടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡിൽ ഒരു കൺട്രോളും ഇല്ല കേട്ടോ, ഡയറ്റും ഇല്ല. തോന്നിയ സമയം തോന്നിയ പോലെ കഴിക്കും. അതിനിപ്പോൾ എന്താണെന്നില്ല. ചിലപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും പലഹാരം കഴിക്കുക, പലഹാരം കഴിക്കുന്ന സമയത്തായിരിക്കും ചോറ് കഴിക്കുക. അപ്പോൾ അതിനൊന്നും ഒരു കൺട്രോളില്ല. ഇനിയാണെങ്കിൽ ശരീരം ഒന്ന് അനങ്ങാതെ റെസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഒരു ഫുഡ് അടിക്കൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം വേണം. അത് നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ എന്തായാലും കഴിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ളത് അലുവയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു കഷ്ണം അലുവ കഴിക്കാമെന്നായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മഞ്ഞ അലുവയും ഗോതമ്പ് പൊടിയുടെ അലുവയാണ് കേട്ടോ. അതെന്താ അറിയില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും കഴിക്കാൻ തോന്നും. ഇത് പെട്ടെന്ന് എനിക്ക് മടുത്തു പോകും കേട്ടോ, ഈ ഒരു റെഡ് അലുവ. പക്ഷേ എന്തെങ്കിലും മധുരം വേണമല്ലോ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു അലുവ എടുത്തത് കേട്ടോ. അങ്ങനെ അലുവയും കട്ട് ചെയ്തെടുത്ത് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ചതല്ലേ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അനിയൻ്റെ കൂടെ പുറത്തിറങ്ങിയിട്ടോ. കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് വരുമാനം വന്നിട്ട് മാമാൻ്റെ അവിടെയും വെല്ലുമാൻ്റെ അവിടെയൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും വക കിട്ടിയില്ലല്ലോ എന്ന്. എന്നാൽ അവർക്ക് ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മധുരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വന്ന് അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയനും കൂടെ അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി. സ്വീറ്റ്സ് കൊടുക്കുന്ന വീഡിയോ എടുക്കണം വിചാരിച്ച്, പക്ഷെ അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അവന് എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്തിട്ട് വന്ന ശേഷം രാത്രിയിലേക്ക് ഉമ്മ ബീഫ് ലിവർ വരട്ടാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്ര വല്ലാണ്ട് ഇത് ഇഷ്ടമല്ല കേട്ടോ. ചിലപ്പോൾ ഒരു മൂഡിന് കഴിക്കാൻ തോന്നിയാൽ കഴിക്കും, അല്ലെങ്കിൽ അത് കഴിക്കൂല. പക്ഷെ അത് വരട്ടിയെടുക്കുന്ന ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വറുത്തരച്ചിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. പച്ചമല്ലി, വറ്റൽമുളക്, ചെറിയുള്ളി, കുരുമുളക്, ജീരകം, വലിയ ജീരകം അങ്ങനെയൊക്കെ ഇട്ടിട്ട് മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ, അരച്ചിട്ട്. എന്നിട്ട് ഇതാ ബീഫ് ലിവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കും. എന്നിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് മസാല നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ലിവർ ഇട്ട് കൊടുക്കും. ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കും. ഒരു 6-7 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ. ബീഫ് ലിവറിന് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലിവർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നിന്ന് ഉമ്മ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലപോലെ വെള്ളം വറ്റാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ വെള്ളം അധികം ചേർക്കാതെയാണ് വേവിച്ചെടുത്ത്. എന്നിട്ടും അതിൽ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് വല്ലാണ്ട് ഇഷ്ടമാണ് കേട്ടോ. പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ആ മസാല ഗ്രേവി. അപ്പം ഒന്നുകൂടെ കുറുക്കി ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഈ ഒരു കറിയോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം അത് കുറുകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ പൊറാട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് കുറച്ച് കറിയും ഒരു 2 കഷ്ണം ലിവറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി അത് കഴിക്കട്ടെ. കഴിച്ചു നോക്കട്ടെ മോനെ. മണം കേട്ട് വന്നിരിക്കണല്ലേ. എന്നാ നീ ഇല്ലാട്ട പോയിക്കോ. മിന്നോ